ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതാ കുറച്ച് അതേ സെയിം ഗ്ലാസ്സിൽ നിറച്ചില്ല എന്നാലും പകുതി 1/4 ഗ്ലാസ്സോളം ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ചെറുപയർ ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയറും ഇട്ടതിന് ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഇട്ട് കൊടുത്തത് നമുക്കിതാ നന്നായിട്ട് കഴുകി മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ചെറുപയർ ദോശയൊക്കെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പലരും പല രീതിയിലായിരിക്കും ചെറുപയർ ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം പാത്രം അടച്ച് വെച്ച് നമുക്ക് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് നമ്മുടെ ദോശയ്ക്കുള്ള മാവ് നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ സ്പൂണ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മയം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറിട്ട് കൊടുത്തത്. അപ്പോൾ ചോറിട്ട് കൊടുത്തതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ ചെറുപയറും അരിയും ഉഴുന്നും എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ദോശമാവ് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു നെയ്യൊക്കെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടത് നല്ല ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. അടച്ച് രാത്രിയിൽ അങ്ങ് വെച്ചേക്കുവാണ്. എന്നിട്ട് രാവിലെ എടുത്ത് നമ്മൾ ദോശ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ദോശമാവൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പായതുകൊണ്ടാണ് അധികം അങ്ങ് പൊങ്ങി വരാത്തത്. അപ്പം ഈ സമയത്തൊക്കെ ഇങ്ങനെ ദോശമാവ് കലക്കി വെക്കുകയാണെങ്കിൽ അധികം പുളിയും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ചിലർ കലക്കി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പുളിച്ച് പതച്ച് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ആവശ്യത്തിന് മാത്രം പൊങ്ങി വന്നിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് രാവിലെ മാവൊക്കെ എടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ദോശ നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാവേ. അപ്പോൾ ദോശയുടെ ഷേപ്പൊന്നും ആരും നോക്കേണ്ട. ഷേപ്പിലൊന്നും വലിയ കാര്യമില്ലല്ലോ, നമ്മുടെ ടേസ്റ്റിലല്ലേ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇങ്ങനെ അടുപ്പയിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം നല്ല നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മൊരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഇട്ട് നമ്മുടെ ദോശയൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചൂടോട് കൂടി നല്ല ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ക്രിസ്പി നല്ല മുരുമുരാന്ന് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദോശ ഉണ്ടാക്കിയ ഇനി അടുത്ത ദോശയും കൂടെ വേഗം ഞാനിങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെറുപയർ ദോശ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശയൊക്കെ 3-4 ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയുടെ റെസിപ്പിയൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡിയായി. നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.